അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുള്ളത്. അത് അരിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. പിന്നെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും 2 ടീസ്പൂൺ സോയാ സോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ പാപ്രിക്ക പൗഡറിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രെഡ് സ്ലൈസ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ നല്ല പോലെ തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ്റെ പീസ് ഞാൻ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസസായിട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി അരച്ചെടുക്കണം കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതുപോലെ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ മിക്സിയുടെ ജാർ ചെറുതായതുകൊണ്ട് എനിക്ക് കുറേശ്ശെ ഇട്ടിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാം അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഭാഗം എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാപ്രിക്ക പൗഡർ, ഞാൻ പറഞ്ഞില്ല പാപ്രിക്ക പൗഡറിൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടി കുറച്ചിട്ട് കൊടുത്താൽ മതി. ഒരു ചെറിയൊരു ഇതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. സോയാ സോസും ഉപ്പും എല്ലാം കോൺഫ്ലവർ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് സ്ലൈസ് പൊടിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി അരച്ചിട്ട് ഒന്നിച്ചരച്ച് ബ്രെഡ് സ്ലൈസ് പൊടിച്ചതില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം എനിക്കത് ചെറിയ ജാറായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം ചിക്കൻ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി അരച്ചെടുത്തതിന് ശേഷം ഈ ബ്രെഡ് പൊടിച്ച് വെച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്സിയുടെ ജാറിലിട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഞാൻ കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ടാണ് ചെയ്യുന്നത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തതിന് ശേഷം കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ നന്നായി കുഴച്ച് ഒരു മിക്സില്ലേ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കോട് കൂടിയിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ പരത്തിയെടുക്കുന്ന ഇതുമ്മൽ കുറച്ച് എണ്ണ തടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ പരത്തി കൊടുക്കുക. അല്ലാണ്ട് തിന്നായി പോവണ്ട. കുറച്ച് കനത്തോടുകൂടി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ഇത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് നല്ല ഭംഗിയുള്ള ഏതെങ്കിലും സ്റ്റാറിൻ്റെ, ഹാർട്ടിൻ്റെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ മോൾഡ് ഉണ്ടെങ്കിൽ ആ മോൾഡിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിതുപോലെ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം. എന്നിട്ട് ഈ അരികെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലേ ആ ഒരു ഭാഗം ഞാനൊന്ന് ഉരുട്ടിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് വേറൊരു രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ പീസസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നൊന്ന് പതുക്കെ ഒന്ന് അടർത്തിയിട്ട് മാറ്റി ഒന്ന് അകത്തി വെക്കാം കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ പേപ്പർ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാലും നമുക്കിതൊന്ന് പതുക്കെ ഇതേപോലെ ഒന്ന് പതുക്കെ അടർത്തിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ കട്ട്ലറ്റ് പൊരിക്കുന്ന പോലെ തന്നെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇത് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഷേപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് ശരിക്കും ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നന്നായി ഒന്ന് വീർത്ത് വരും കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ചൊന്ന് വേറെ രീതിയിലൊന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കട്ട്ലറ്റ് പൊരിക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്ന് വെച്ചാൽ ഉള്ളൊന്ന് വെന്ത് കിട്ടണ്ടേ, അപ്പോൾ അതിന് കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം നേരത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.